കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു കഴിഞ്ഞു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യത ഉള്ളതിനാൽ വനത്തിൽ പ്രവേശിക്കരുത് എന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. കൂടാതെ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണം എന്നുമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ ഒക്കെ നൽകുമ്പോൾ പോലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ആദ്യം നമുക്ക് അവരുടെ പ്രതികരണം പരിശോധിക്കാം. പറമ്പിൽ പോയപ്പം അത് എടുക്കാൻ വേണ്ടി പോയപ്പം ഇതുങ്ങൾ വന്ന് അപ്പനെ ഓടിച്ച് മരത്തിൽ കയറ്റുകയാണ് ഉണ്ടായിരുന്നത്. അന്നേരം ഫോറസ്റ്റുകാരോട് പോയി പറഞ്ഞു. എന്നിട്ട് അവരിതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലായിരുന്നു. അന്ന് ഇതുങ്ങളെ ഇവിടുന്ന് തുരത്തുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ കുടുംബത്തിന് ഇതൊന്നുണ്ടാവില്ല. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞങ്ങളുടെ പപ്പ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്കൂൾ അടച്ചു വന്നാലും എന്താവശ്യത്തിന് വന്നാലും പപ്പയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം പപ്പ ഉണ്ടെങ്കിലേ ഇവിടെ ആളാൾക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ ആളാൾക്കില്ല. പപ്പ പോയി. വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നോ ഈ പോത്തോടിച്ച കാര്യം? പറഞ്ഞിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ സമയത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു വൈകുന്നേരം ഒരു സമയത്താണ്. അന്നേരം പപ്പ എന്നെ എനിക്ക് ഫോണുണ്ട്. അപ്പോൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്. എന്നെ കാട്ടൂർ തോരിച്ച് മരത്തെ കയറ്റി അന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഡാമിൻ്റെ അവിടുന്ന് ഒരമ്മേനെ 2 മക്കളെ ആക്രമിച്ച കാട്ടുപോത്തിനെ ഇതുവരെ ഫോറസ്റ്റുകാർക്ക് പിടിക്കാനോ ഒന്നും ആക്കാനോ ആയിട്ടില്ല. ആക്രമിക്കാൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ? ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പുളിക്കലെ PS എന്ന് പറഞ്ഞ ഒരാള് എന്നെ വിളിച്ച് പറയട്ടെ ഇങ്ങനെ അവറാഞ്ചേട്ടനെ കാട്ടുപോത്ത് കുത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് ഇവിടെയാണ് നമ്മൾ, ഇതും ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ് ഇതിന് മുകളിൽ. അപ്പൊ ഇവിടേക്കാണ് ഞാൻ ഓടി കയറിയത് ആദ്യം. പക്ഷെ ആ പറമ്പിന്റെ കാര്യം നമ്മളത്ര ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാതെ വന്നപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങാടി പോകുമ്പോൾ ഫോറസ്റ്റിന്റെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മുകളിൽ തന്നെയാണ് സംഭവം നടന്നതെന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല. സാധാരണ ഒന്ന് തട്ടിയിട്ടോ എന്തേലും ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ അവറാജന്റെ അനിയനുണ്ട് ജോണീനെ ഞാൻ വിളിച്ചപ്പോഴാണ് ജോണി എന്നോട് പറഞ്ഞത് ചേട്ടൻ പോയി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യർക്ക്. ഒരു സന്ധ്യ ആയാലോ ആനയും കൊണ്ട് ഇവിടെ വിളയാട്ടാണ്. അവര് ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് 2 പടക്കം പൊട്ടിക്കും. അത് പോയാലും പോയില്ലെങ്കിലും ഫോറസ്റ്റുകാര് പോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായി സംസ്ഥാനത്ത് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോഴും കൃത്യമായൊരു പരിഹാര നിർദ്ദേശം നമ്മുടെ ഭരണകൂടത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. നഷ്ടപരിഹാരം നൽകുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു പോംവഴി. അതിനെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലാണല്ലോ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ. തീർച്ചയായും മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും കാടിനോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ വലിയ ഞെട്ടലാണ്, ഭീതിയാണ്. കാരണം സംസ്ഥാനത്തിന്റെ ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ഈ വനത്തോട് ചേർന്ന ഇടങ്ങളിൽ വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങുകയും ജനങ്ങളുടെ സ്വത്തിനും ജീവനും കൃഷിക്കുമൊക്കെ ഭീഷണിയാവും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മൾ കൂരാച്ചുണ്ടിലാണ് ഉള്ളത്. കൂരാച്ചുണ്ടിൽ പ്രാദേശികമായി ഹർത്താൽ ആചരിക്കുകയാണ്. പ്രത്യേകിച്ചും അബ്രഹാമിന്റെ മരണം ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. 3 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ പോത്തോടിച്ചിരുന്നു. ഇക്കാര്യം വനംവകുപ്പിനെ അറിയിച്ചിട്ടും കൃത്യമായൊരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് ദാരുണമായ ഒരു മരണത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മരണങ്ങൾ ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനപ്പുറം മറ്റ് നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ വലിയ ശല്യമാണോ? ഇന്നലെ തന്നെ ഇവിടെ പോത്ത് ഇറങ്ങി ഇപ്പുറത്തിന്റെ പഞ്ചായത്തിന്റെ അങ്ങേറ്റം തുടങ്ങി തോണിക്കടവ് വരെ വന്നു പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ കുരങ്ങ്, മുള്ളംപന്നി, മയില് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. മലയോര മേഖലയിൽ ആൾക്കാർ പൊതുവെ പുറത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. മരിച്ച മനുഷ്യൻ തന്നെ ഇപ്പൊ താഴെ വന്ന് താമസമാക്കുക. അയാളുടെ കൃഷിഭവനത്ത് പോയെന്നാ പറയുന്നത്. എല്ലാം മുകളിൽ താമസിച്ചിരുന്ന ആളുകളാണ് താഴേക്ക് ഇറങ്ങി. അത്യാവശ്യം നിവൃത്തിയുള്ളവർക്ക് താഴോട്ട് പോകുന്നു. നിവൃത്തിയില്ലാത്തവർ മുകളിൽ ഇപ്പോഴും കുടിയും കിടക്കുക. ജീവിക്കാൻ ഒരു മാർഗവും. ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവന് വിലയിടുന്നത് വരാരാ? ഒരു മനുഷ്യ ജീവന് 10 ലക്ഷം രൂപ വിലയിട്ടിട്ട് ആൾക്കാരെ ഓരോരുത്തരും ഇങ്ങനെ തട്ടാൻ പറ്റുമോ?
ഇതിപ്പോ ഒരു ദിവസം ഒരിടത്താണെങ്കിൽ മറ്റൊരു ഇതിപ്പോ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ പോത്ത് കഴിഞ്ഞ ദിവസം കറങ്ങിയതാ. ഇതേ സംഘം തന്നെ ആയിരിക്കും അല്ലേ? അതല്ല, ഇത് വേറെ പോത്താണ്. പോത്തിന്റെ പല ഗ്രൂപ്പുണ്ട്, ഒരു പോത്തൊന്നും അല്ല. നിങ്ങളൊക്കെ വളരെ വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഈ കൃഷി കൊണ്ട് വല്ല കാര്യമുണ്ടോ? പറയാൻ പറ്റില്ല, ചെവി വയ്ക്കല്ല. ഒന്നാമത് കൃഷി കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇത് വളരെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസ് കേട്ടാ. എന്ത് ചെയ്യാൻ അനുഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ ജീവികൾ ഇറങ്ങുന്നുണ്ട്? ഇവിടെ ഇറങ്ങാത്ത ജീവി ആന, പോത്ത്, മലാൻ, കുരങ്ങ്, മലയണ്ണൻ എന്ന് വേണ്ട എല്ലാ ജീവികളും ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ജീവികളും ഇറങ്ങുന്നുണ്ട്. കൃഷി ചെയ്ത ഒന്നും കാണത്തില്ല. ഒന്നുമില്ല. നിങ്ങളൊന്ന് പോയി നോക്കിയേ കാണാം ഞങ്ങളെ കൃഷിഭൂമികളൊക്കെ. തെങ്ങേക്കൂടെ ഒരു കൊല അല്ലാണ്ട് ഒരു വെള്ളയ്ക്ക പോലും ഇല്ല. ജാതിക്ക, കൊക്കോ എന്ന് വേണ്ട സകലതും. അബ്രഹാമിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ മരിച്ച അയലോക്കത്തും കാര്യമില്ല, അറിയാവുന്ന ആളാ. അവിടെ നിങ്ങൾക്ക് കൃഷി അണ്ടി പറക്കാൻ പോയതാ. എന്ത് ചെയ്യാൻ? നിങ്ങൾക്കൊക്കെ കാട്ടിൽ കൃഷിയുടെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് പുള്ളിയുടെ സ്ഥലം, വീട്. അവിടെ എങ്ങനെ ശല്യം ഉണ്ടോ? അവിടെ ഇതിന്റെ ഫോറസ്റ്റ് ഏരിയ ആണ്, തൊട്ട് വനമാണ്, ഡാം ഏരിയ ആണ്. ഈ ആളുകളൊക്കെ മലയിൽ നിന്ന് ഇറങ്ങി പോരുവാണ് ഇപ്പൊ വന്നല്ലേ? എല്ലാം നാട്ടിൽ പോരുക, അല്ലാണ്ട് മാർഗമില്ല, കടക്കാൻ പറ്റിയല്ല. അഭിലാഷ്, ഒരു തരത്തിലും ജീവിതം അവിടെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമാണ്. കാരണം മലയിൽ നിൽക്കുമ്പോൾ അവിടെ കാട്ടാനകളുടെയും മറ്റ് കാട്ടുപോത്തിന്റെയും ഒക്കെ ശല്യമുണ്ട്. നമുക്ക് ഈ മരിച്ച എബ്രഹാം പോലും അദ്ദേഹം 40 വർഷം സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണിക്കാരായ മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒപ്പം പള്ളി വക ഒരു വീട് നിർമ്മിച്ച് നൽകിയാണ് അദ്ദേഹം താഴേക്ക് വന്നത്. പക്ഷാഘാതം വന്ന ഒരു ഭാര്യയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കർഷകരുടെ ജീവിതം, ഇല്ലേ? ഇത്ര വർഷം പണിയെടുത്താലും ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിതം വളരെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. മുകളിലുള്ളത് കുറഞ്ഞ തരികയില്ല, മലയെണ്ണാനും കുറഞ്ഞു. താഴെ വീണ് കഴിഞ്ഞാൽ മുള്ളംപന്നി, കാട്ടുപന്നി അത് കൊണ്ടുപോകാം. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കൂലിപ്പണി ഞാൻ ചോദിച്ചില്ല. തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ പൈസ എപ്പോഴെങ്കിലുമൊക്കെയാണ് കിട്ടുക. പെൻഷൻ കിട്ടാൻ താമസം. ഓരോരുത്തരും ഇങ്ങനെ ഇത് ഈ പെൻഷനും കാത്ത് കെട്ടി ഇങ്ങനെ കിടക്കുക. അതും വരുന്നില്ല. പറമ്പിലുള്ളത് എടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പണിയെടുപ്പിക്കാത്ത നിങ്ങളുടെ പറമ്പിൽ എന്താ ആദായം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിളിച്ചൊരു കൂലിപ്പണിക്കാരനെ പണിയെടുപ്പിക്കുള്ളൂ. ആ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് എന്താ അതിൻ്റെ പ്രതിഫലം കൊടുക്കണ്ടേ? അതുമില്ല. പിന്നെ അത് കാടും പിടിച്ചിങ്ങനെ കിടക്കുക. കാട് വെട്ടാതെ നോക്കിയില്ല. കാട് വെട്ടിക്കഴിഞ്ഞാൽ അന്നേരം കേസായി. ഒരു ഓന്തിനെ കൊന്നാൽ കേസായി. ഒരു മനുഷ്യനെ ആർക്ക് വേണമെങ്കിൽ കൊല്ലാം. അതിനൊരു കേസിലോ കാണത്തുമല്ലോ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപയാണ് ആകെ കിട്ടുന്നത്. 10 ലക്ഷം രൂപയാണ് പ്രതിഫലം. അതിനിപ്പോൾ ആരെങ്കിലും അങ്ങനെ 10 അല്ല ഇനി 50 ലക്ഷം തരാമെന്ന് പറഞ്ഞാലും മരിക്കാൻ ഒരാളും മുന്നോട്ട് ഇറങ്ങി ചെല്ലുമോ? അത് ചെല്ലുമല്ലോ. പട്ടിണിക്ക് പട്ടിണി എന്ന് ജീവിച്ചു പോകും. എങ്ങനെയെങ്കിലുമൊക്കെ അല്ലാണ്ടുള്ള ഒരു തന്നെ മുതൽ കക്കാനും പിടിച്ചു പറിക്കാനും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആക്കി ജീവിക്കുക തന്നെയാണ്. കാരണം അതുപോലെ ഞങ്ങളുടെ ജീവിതപ്പം. രാത്രിയായ പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയല്ല. രാത്രി ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റിയല്ലോ. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഈ കാട്ടുപോത്തിന്റെയൊക്കെ മുഖാമുഖം വന്നു? ഞാൻ മറ്റേ പോത്തുംചോല ചാലരത്തിൽ വെച്ച് കണ്ടു. ഇവിടെ നാൾ ഇതിലൂടെയൊക്കെ ഇറങ്ങി ഓടിയപ്പോൾ ഞാനും ഒന്ന് കാണാൻ വേണ്ടി ചെന്നു. ഇവിടുന്ന് കാണാൻ പറ്റില്ല. അവിടുന്ന് ചാലരത്തുനിന്ന് കണ്ടു. 2 ആക്രമിക്കാൻ വന്നിട്ടില്ല. അവിടുന്ന് ആരെയും ആക്രമിക്കാൻ ചെന്നിട്ടൊന്നുമില്ല. ഓടിച്ചോടി അന്ന് ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. പുറകെ ഒച്ചയും ബഹളമൊക്കെ ആകുമ്പോൾ അത് ഓടിപ്പോവുക. അവർ ഇവിടുന്ന് ഒരു പാമ്പിനെ പിടിച്ച് പിന്നെ അല്ല ഇതിനെ ഓടിച്ച് ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? അപ്പുറത്തെ കാട്ട് കൊണ്ടിടും. അത് അപ്പുറത്തൂടെ ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വരും. ഒന്നുകിൽ അതിനെ കൊല്ലാനുള്ളൊരു സംവിധാനം ചെയ്യാം. മനുഷ്യന് ജീവിക്കണ്ടേ? നമ്മുടെ മനുഷ്യനാണോ വലുത്, മൃഗമാണോ പാമ്പാണോ വലുത്? മനുഷ്യൻ ഏതാണ് വലുതെന്ന ചോദ്യമാണ്. മനുഷ്യനാണോ മൃഗമാണോ പാമ്പാണോ ഓന്താണോ വലുത് എന്ന ചോദ്യമല്ലേ വരുന്നത്? അത് ഞാൻ നമ്മൾ കാട്ടുപോത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് പാമ്പ് കാണുന്നുണ്ട്. ഇത് കാണുന്ന ഒന്നും പോച്ചുണ്ടോ? ഒരു പാർശ്വത്താണ് അപ്പോൾ വന്നു. അതിന് ഒപ്പതി കടന്നു. അത് പോയി. നമ്മൾ കൂട്ടുകാരനാ പറഞ്ഞത്. അവൻ തന്നെ പോയി. എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒന്നിച്ച് പഠിച്ചാണ്. അവിടെ പരിക്കരുത് ചത്ത് മരിച്ചെങ്ങാതി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പഠിച്ച. ഞാനിപ്പോ പേപ്പറിൽ പോട്ടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ രക്ഷയുണ്ടോ? അത് മെഡിക്കൽ കോളേജിലേക്ക് ഇരിക്കുന്ന കൊണ്ടുവന്നില്ല.
പെട്ടെന്ന് ഇത് കണ്ടപ്പോഴായിരിക്കും വിഷമമായി. പത്രം കണ്ടപ്പോൾ പെട്ടെന്ന് വരെ കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടെ വന്ന് ഒന്നിച്ച് കൂടി ആൾക്കാരും പഠിച്ച കോഴിക്കോട് എബ്രഹാമിന്റെ വസതിയുടെ സമീപത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അനീഷ് ഇത്തരം വിശദാംശങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നത്. സഹപാഠി ആയ വ്യക്തിയുടെ പ്രതികരണങ്ങളടക്കമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് എബ്രഹാമിന്റെ കുടുംബം രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ആണ് ബന്ധുക്കൾ. വിവരങ്ങളുമായി വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, 10,000 ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം വൈകിയാൽ ഭരണകൂടത്തിന് മുന്നിൽ സമരം ചെയ്യാൻ അവർക്ക് സംഘടനയുണ്ട്. പക്ഷേ ഈ കർഷകരുടെ വികാരം കേട്ടുകാണും. അവർക്ക് ഭരണകൂടത്തിന് മുന്നിലൊന്നും സമരം ചെയ്യാൻ ശേഷിയില്ല. അപ്പോൾ കുടുംബം പട്ടിണിയായി പോകും. പക്ഷേ ഇത്തരം സാഹചര്യത്തിലെങ്കിലും ചോദിച്ചു വാങ്ങാൻ സാധിക്കേണ്ട അവസ്ഥയാണുള്ളത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ എബ്രഹാമിന്റെ കുടുംബം? അഭിലാഷ്, അബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. 7:30 പോലീസ് ഇൻക്വസ്റ്റ് നടത്തി 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും. കാരണം ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇവരുടെ അതായത് അബ്രഹാമിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ആക്രമിച്ച പോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നിങ്ങനെ 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 3 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്ന പക്ഷം മാത്രമായിരിക്കും ഇൻക്വസ്റ്റും ഒപ്പം തന്നെ തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ കഴിയുക, അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 7:30 ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിഫ പോലുള്ള സംഘടനകളോ പ്രതിഷേധവുമായി റോഡിലിറങ്ങും എന്നുള്ളൊരു വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുള്ളത്. എന്തായാലും ഇതുവരെയും ഇൻക്വസ്റ്റ് നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. അഭിലാഷ്, അതാണ് കുടുംബത്തിന്റെ നിലപാട്. അതേസമയം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ഇന്ന് ചേരും. ഉച്ചയ്ക്ക് 2:30 വനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇത്തരം യോഗങ്ങൾ, കൂടിയാലോചനകൾ ഒക്കെ നേരത്തെയും നടന്നിട്ടുണ്ട്. ഇത് തീരുമാനത്തിലേക്ക് എത്തുന്നില്ല, തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയും. അതിനൊരു മാറ്റം ഉണ്ടാകുമോ? അഭിലാഷിനെ സംസ്ഥാനം ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന വിഷയമായി ഈ ആക്രമണം മലയോര മേഖലയിലെ വനമേഖലയിലെ മനുഷ്യരും വന്യജീവികളുമായ സംഘർഷം മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇന്നൊരു യോഗം വനമന്ത്രി വിളിച്ചിരിക്കുന്നത്. ഇതുവരെ ചെയ്ത നടപടികൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വനമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഓരോ തവണ ഇത്തരം അപകടമുണ്ടാകുമ്പോഴും ഇത്തരം ആളുകൾ കൊല്ലപ്പെടുമ്പോഴും കൃഷിനാശമുണ്ടാകുമ്പോഴും യോഗങ്ങൾ ചോരുന്നതിന് കുറവില്ല. പക്ഷേ ആ യോഗങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ തന്നെ ഈ കൃത്യമായി കാട്ടുപോത്ത് ഇറങ്ങിയ കാര്യം നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചതാണ്. പക്ഷേ അതിനെ തുരത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ആക്രമണം തടയാനോ ഉള്ള ഒരു നടപടി വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത്. അതിനിടെയാണ് വീണ്ടും യോഗം ചെയ്തത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്. സർക്കാരിനെതിരെ വലിയ ജനവികാരം ഈ വിഷയത്തിൽ മലയോര മേഖല ജനങ്ങളെ കൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയമായി അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ജനങ്ങളെ നിരന്തരം ബാധിക്കുന്ന, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥ പല മലയോര മേഖലകളിലും ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കൂടി കുറച്ചുകൂടി ഗൗരവമുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രധാനപ്പെട്ട യോഗം ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള ഊർജിതമായ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതേസമയം തന്നെ